നമസ്കാരം, ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ജ്വല്ലറീസാണ്. ജ്വല്ലറീസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട്, ഇപ്പോൾ നമ്മൾ ഇയറിങ്സ് പോലെ അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയല്ല കേട്ടോ. ഇത് റാൻഡമായിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇന്ന് ഈ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ഈ ജ്വല്ലറി ഒക്കെ ആമസോണിൽ നിന്നും അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നവരെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം ക്വാളിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ശരിക്കും ഞാനും ഒന്ന് കയ്യിൽ കിട്ടിയപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത്ര നല്ല ക്വാളിറ്റി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഓരോന്നും കാണിച്ചു തരാം ഞാൻ. പിന്നെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ലേറ്റ് ആകാതെ ഓരോന്നായിട്ട് കാണാം. നമുക്ക് എന്തായാലും ഇഷ്ടമാകുന്ന ഒരു സംഭവം കാണിച്ചു തരട്ടെ. ഓക്കെ, ഇതൊരു ബോക്സിൽ കണ്ടിട്ട് എന്തായാലും മനസ്സിലായോ? ബാക്കിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ബാംഗിൾസ് ആണെന്ന് മനസ്സിലായല്ലോ അല്ലേ? പറയുന്നതിനേക്കാളും കാണിച്ചു തരുന്നല്ലേ നല്ലത്. അപ്പോൾ ഇത് ഇത്രയും കുപ്പിവളകളാണ് കേട്ടോ. എല്ലാം കുപ്പിവളകളാണ്, ഗ്ലാസ് ബാംഗിൾസ് ആണ്. ഓക്കെ, കുപ്പിവളകൾ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങണം എന്നുള്ളത്. എൻ്റെ കയ്യിലുണ്ട് സെപ്പറേറ്റ് ആയിട്ട് പലപ്പോഴായിട്ട് വാങ്ങിയതൊക്കെ. എല്ലാ കളേഴ്സൊന്നും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് പ്രത്യേകിച്ച് ഡ്രസ് ഹോളൊക്കെ കാണിക്കുന്ന സമയത്ത് സ്റ്റൈൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങണം. പക്ഷേ കുപ്പിവളകളാണ്. ഓൺലൈനായിട്ട് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തവിട് പൊടിയായിട്ടാണോ വരുന്നത്, ആ ഒരു ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും വാങ്ങാൻ വിചാരിക്കുമ്പോൾ മാറ്റി വേണ്ട എന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഇത്തവണ ഈ മാസം ഷോപ്പ് ചെയ്തപ്പോൾ എന്തായാലും ഒന്ന് നോക്കിക്കളയാം, ഒന്ന് എന്താ പറയുക, ഒരു റിസ്ക് എടുക്കാമെന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ അന്വേഷിച്ചിട്ട് എന്താ പറയുക, റിവ്യൂസൊക്കെ നോക്കി വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു സെറ്റാണ് ഞാൻ വാങ്ങിയത്. ഇത് ആക്ച്വലി എൻ്റെ രണ്ടാമത്താണ് കേട്ടോ. ഇത് റിട്ടേൺ അല്ല, ഞാൻ എക്സ്ചേഞ്ച് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇത് റിട്ടേൺ കൊടുത്തിട്ട് വീണ്ടും ഓർഡർ ചെയ്തതാണ്. അതാണിത് കേട്ടോ. അത് വേറൊന്നുമല്ല, സൈസ് ഇഷ്യൂ ആയിരുന്നു. ഞാൻ വാങ്ങിയത് ഇത് 2.4 ആണ് സൈസ്. ഇതിൽ നമുക്ക് ബോക്സിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2.4 ആണ്. ഞാൻ ഫസ്റ്റ് വാങ്ങിയത് 2.2 ആണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല ചെറുതായിരുന്നു. അപ്പോൾ ഇതിൽ 12 കളേഴ്സ് ഉണ്ട്. ഓരോ കളറും ഒരു ഡസൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. ഓക്കെ, ബ്ലൂവിൻ്റെയൊക്കെ 2 ഷെയ്ഡ്സ് ഉണ്ട്, കണ്ടില്ലേ? ബ്ലൂ, ഗ്രീൻ ഒക്കെ 2 ഷെയ്ഡ്സ് വെച്ചിട്ടുണ്ട്. ബ്രൗൺ ഉണ്ട്, മെറൂൺ ഉണ്ട്, യെല്ലോ, ഓറഞ്ച്. അപ്പോൾ കണ്ടോ, നല്ല സൗണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ നാട്ടിൽ സ്റ്റോറിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഇടയ്ക്ക് കുറച്ച് ഫിനിഷിങ്ങിലൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, അത് ഇതിലും ഉണ്ട് കേട്ടോ. ഓക്കെ, അതാണ്ട് നല്ല പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊക്കെ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് കുഴപ്പമില്ല എന്ന് വെക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് 400 റുപ്പീസാണ്. ഞാൻ ഇത്രയും കൂടിയിട്ട് ഈ 12 കളേഴ്സ്, ഈ ഫുൾ സെറ്റിന് 400 റുപ്പീസാണ് കൊടുത്തത്. അപ്പോൾ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരില്ല ഇത്രയും. അതും നീറ്റ്ലി പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല എന്താ പറയുക, സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് കയ്യിൽ കിട്ടുന്നത്. ഒത്തിരി റാപ്പ് ചെയ്തിട്ടൊക്കെയാണ് അവരിത് നമുക്ക് പാക്ക് ചെയ്ത് വിടുന്നത് കേട്ടോ. അതും പറയാണ്ടിരിക്കുകയാണ്. ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഈ കാണിക്കുന്നത്. നല്ല പോലെ ഓരോ സെറ്റും അവർ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് ബോക്സ് ഫുള്ളായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊട്ടാനുള്ള ചാൻസേ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസിന് ഇത് നല്ല ഒരു സെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, ഇനി അടുത്ത കാണിക്കാനുള്ളത് പേളിൻ്റെ ഒരു നെക്ക് പീസാണ്. ഓക്കെ, ഇതാണ് ഞാൻ ജസ്റ്റ് വെച്ച് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. എപ്പോഴേലൊക്കെ നമുക്ക്
ഹോൾ വീഡിയോസിൽ ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല രസമുള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് പ്രൈസും കുറവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ഓക്കെ, നിങ്ങൾക്കിത് ട്രഡീഷണൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ കേരള സാരീൻ്റെ ഒപ്പം ഒക്കെ നമുക്ക് ഇത് ഇട്ടാൽ നല്ല രസമുണ്ടാവും. ഇനി അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാനിവിടെ സൈഡിൽ കാണിക്കാം. ഒരു മിഞ്ചിയാണ് കേട്ടോ. ഒരു പെയർ ഓഫ് മിഞ്ചിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ കാലിൽ വിരലിലിടില്ലേ മിഞ്ചി, എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ അതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയിട്ടിപ്പോൾ ഒരു 2 വീക്സെങ്കിലും ആയിട്ടുണ്ടാവും. 2 വീക്സായിട്ട് ഞാനിത് റെഗുലറായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം നനയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പ്യുവർ സിൽവറാണ്. അപ്പോൾ ഇത് 1000 ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. ഓക്കെ, സ്റ്റോൺ ഉണ്ട്. അപ്പോൾ എനിക്ക് പൊതുവേ മിഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കണ്ടപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നെക്സ്റ്റ് വൺ. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നെക്സ്റ്റ് കാണിക്കാനുള്ള രണ്ടും ബാംഗിൾസാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇതാണ്. ഞാൻ ഇട്ടിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഒരു ബ്ലാക്ക് ഒരു സ്റ്റോണും ഇവിടെ ഒരു വൈറ്റ് സ്റ്റോണും കൂടി വരുന്ന ഒരു ഗോൾഡ് പ്ലേറ്റഡ് ബാംഗിളാണ്. ഓക്കെ, നല്ല രസമുണ്ട്. നമുക്ക് ഇവിടെ അതേ കണ്ടില്ലേ, ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ കൈയുടെ സൈസ് അനുസരിച്ച് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ഇടാൻ പറ്റുന്നതാണ്. കാരണം ഇങ്ങനെ ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല രസമുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വെസ്റ്റേൺ വെയറിൻ്റെ ഒപ്പവും ട്രഡീഷണൽ വെയറിൻ്റെ ഒപ്പവും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരെണ്ണം. ഇനി അടുത്ത ഒരെണ്ണം എനിക്ക് കാണിക്കാനുള്ളത് ഒരു സിൽവർ ഒരു കടയാണ്. ഓക്കെ, പക്ഷേ ഇത് എനിക്ക് സൈസ് ചെറുതാണ് കേട്ടോ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് എന്തായാലും ഞാനത് റിട്ടേൺ ചെയ്യുകയാണ്. കാരണം എനിക്ക് കയ്യിലിടാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് അങ്ങനെയല്ല. സംഭവം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ സ്റ്റോണൊക്കെ വരുന്നുണ്ട്, നല്ല സിൽവറൊക്കെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ സൈസാണ് ഒരു ഇഷ്യൂ. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ ഡീറ്റെയിൽസും ലിങ്ക്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോസ് കാണാനാണ് താല്പര്യം, അല്ലെങ്കിൽ ഇനി ഹൗൾ വീഡിയോസിൽ എന്ത് കാറ്റഗറിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.